ഹലോ നമസ്കാരമുണ്ട് രഞ്ജിത്ത്. വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 3 വീഡിയോന് ഭയങ്കര റെസ്പോൺസാണ്. ഞാൻ വിചാരിച്ചാലും വലിയ റെസ്പോൺസാണ് നിങ്ങൾ തന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ട്. ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്, നിങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. തിയറട്ടിക്കലി ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ വരും. പക്ഷെ അതല്ല, പ്രത്യേകിച്ചും ഞങ്ങൾ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ കൺസൾട്ടിങ് ഫേമിൽ ഒരുപാട് ബ്രാൻഡിങ് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ സാധാരണ മറ്റുള്ള പല ഡിസൈനർമാരും ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് കൂടി നോക്കിയിട്ടേ നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ലോഗോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്റ്റൈലാണ്. അതിൻ്റെ പല ഇൻഡസ്ട്രിക്കും പല രീതിയിലാണ് ലെറ്റർ സ്റ്റൈലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു FMCG പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നാണ്. അതായത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, സോപ്പ്, ചീപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ കറിപ്പൊടികൾ, ഇതെല്ലാം FMCG പ്രൊഡക്ട്സ് ആണ്. ലേസാണ് ഇതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സാമ്പിളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ലേസ് ഏറ്റവും അധികം മൂവ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ലേസിൻ്റെ പ്രത്യേകത, നിങ്ങൾ പാക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പാക്കറ്റിൻ്റെ ഒരു വലിയ ഭാഗം മൊത്തം ലേസ് എന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. അതായത് വലിയ അക്ഷരത്തിലാണ് ലേസ് എന്ന് എഴുതിയിട്ടുണ്ടാവുക. എന്തിനാണ് ഇത്രയും വലിയ അക്ഷരത്തിൽ ഇത്രയും തിക്കായിട്ടുള്ള ഫോണ്ടിൽ ലേസ് എന്ന് എഴുതുന്നത്? അതായത് നമ്മൾ ഏകദേശം ഒരു 100 മീറ്റർ അകലെ നിന്നാൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റുകളാണ്. ഏറ്റവും അറ്റത്തൊരു റാക്കിലായിരിക്കും സാധനം ഇരിക്കുന്നുണ്ടാവുക. എങ്കിൽ പോലും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ആ സാധനം അട്രാക്റ്റ് ചെയ്യും. നമ്മൾ അവിടേക്ക് പതുക്കെ പോവും. ലേസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പോവും, ആ സാധനം എടുക്കും. കാരണം എന്താ, അപ്പുറത്തിരിക്കുന്ന ബ്രാൻഡുകൾക്കൊന്നും ചിലപ്പോൾ അത്രയും വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ലെറ്റർ സ്റ്റൈല് നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നല്ല തിക്കായിട്ടുള്ള, ഇപ്പോൾ FMCG ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്കും പ്രത്യേകതകളുണ്ട് കേട്ടോ. എൻ്റെ അടുത്തേക്ക് വന്ന സ്വകാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം FMCG ആണെങ്കിൽ തിക്കായിട്ടുള്ള വലിയ ഫോണ്ടുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ബാക്കിലൊരു സ്ട്രോക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കുക. ബാക്ക്ഗ്രൗണ്ട് പോലൊക്കെ സാധനം കൊടുക്കാൻ ശ്രമിക്കണം. കാരണം എന്താ, ഫുഡ് ഐറ്റംസ് ഒക്കെയാണെന്ന് വിചാരിച്ചോളൂ. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ വരിക. ഇപ്പോൾ പക്കവട വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലായിരിക്കും. കാരണം പക്കവട നമുക്ക് കാണണം, എന്നാലും നമുക്കൊരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ പക്കവടയുടെ മുകളിൽ നമ്മളൊരു ലോഗോ എഴുതുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പക്കവടയും ലോഗോയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ലോഗോ പക്കവട ലോഗോ ആണെന്ന് നമ്മൾ ധരിക്കും. അപ്പോൾ അത് കാരണം അതിന് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ലെറ്റർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഇതാണ്. പക്ഷെ കളറിൻ്റെ കാര്യത്തിലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു എക്സാമ്പിളുകൾ പറയാൻ പറ്റില്ല. എല്ലാ കേസുകളും നമുക്ക് ചിലപ്പോൾ ഈ ചെറിയ വീഡിയോനകത്ത് പറയാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് പറയാം, ഫുഡ് ഐറ്റംസ് ആണെന്ന് വിചാരിച്ചോളൂ. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിന് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള നിറങ്ങൾ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ കളറുകൾ കൂടുതലും ഫുഡ് ഐറ്റംസിന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ കാണുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, കറികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഈ കളറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന നിറങ്ങൾ ഇതൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ സാധാരണ നീല കളറിലുള്ള കറി കണ്ടിട്ടില്ലല്ലോ. നീല കളറിലൊരു കറി കാണുകയാണെങ്കിൽ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഇത് കഴിക്കണോ വേണ്ടയോ, വേറെ എന്തെങ്കിലും സാധനം ചേർത്തുണ്ടാവോ, കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഐറ്റംസിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നീല കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷനാവും. ഇത് കഴിക്കേണ്ട സാധനം തന്നെയാണോ, ഫുഡാണോ, ഫുഡുമായിട്ട് റിലേറ്റഡ് ആണോ, ഇതിനകത്ത് കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ലോഗോയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് വേണം അത് ഡിസൈൻ ചെയ്യാനായിട്ട്. ഒരു എക്സ്പെർട്ടുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ അത്തരത്തിലുള്ളൊരു അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യാറുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അതിനൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ചില യുണീക്കായിട്ടുള്ള എലിമെൻറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലോഗോയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിലൊന്നാണ് ആപ്പിൾ. അന്ന് വെറുതെ ഒരു ആപ്പിളാണെന്ന് ചോദിച്ചാൽ അല്ല, അതിൽ ആരെങ്കിലും കടിച്ചിട്ടുള്ള പോലെ ഉണ്ട്. ആപ്പിൾ ഭയങ്കര രസമാട്ടോ. അവർ ലോഗോ ഡിസൈൻ ചെയ്തൊക്കെ കംപ്ലീറ്റ് ആപ്പിൾ, സ്റ്റീവ് ജോബ്സിന് ആപ്പിൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആപ്പിൾ അങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞ് ഒരു കടിച്ച ആപ്പിളാക്കി അവിടെ ഒരു ക്യൂരിയോസിറ്റി വന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ആദ്യത്തെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പേര് മാക്കിന്തോഷ് എന്ന് ഇട്ടു. അതിൽ നിന്നാണ് ഈ മാക്കൊക്കെ വരുന്നത്. അപ്പോൾ മാക്കിൻ്റെ പേര് മാക്കിന്തോഷ് എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ ഒരു വെറൈറ്റിയുടെ പേരാണ് മാക്കിന്തോഷ്. അങ്ങനെയാണ് മാക്ക് വരുന്നത്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര കഥകളുണ്ട് ബാക്കിൽ. അതവിടെ നിൽക്കട്ടെ.
പിന്നെ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനകത്തൊരു ഫീല് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഏതാണോ ആ ഇൻഡസ്ട്രിയുടെ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു ചെറിയ എക്സാമ്പിൾ, ലോഗോയിൽ മാത്രമല്ല, ചിലപ്പോൾ മാസ്കറ്റ്സ് ആയിരിക്കാം, അതായത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ചെറിയ ഒരു ക്യാരക്ടറോ അതൊക്കെ ആയിരിക്കാം. റോൾസ് റോയ്സ് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഈ റോൾസ് റോയ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ മുന്നിലായിട്ടൊരു പ്രതിമ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഫീൽ കൊടുക്കുന്ന സാധനമാണ്. ആ പ്രതിമയെ വിളിക്കുന്നത് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നാണ്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു അൾട്ടിമേറ്റ് ആനന്ദത്തിനെയാണ് എക്സ്റ്റസി എന്ന് പറയുന്നത്. ഇപ്പോൾ റോൾസ് റോയ്സ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് ആ എക്സ്റ്റസി. ആ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുഴുവൻ നമ്മുടെ മുന്നിൽ ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് റോൾസ് റോയ്സ് ആ സാധനം പോലും, ആ മാസ്കറ്റ് പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് എന്താണോ, നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികാരം എന്താണോ, ആ വികാരം കൂടി ഉൾക്കൊള്ളുന്നതാവണം നിങ്ങളുടെ ലോഗോ. അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ്. നിങ്ങളുടെ ലെറ്റർ സ്റ്റൈല്, നിങ്ങളുടെ ലെറ്ററിൻ്റെ വലുപ്പവും അതിൻ്റെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും, മറ്റൊന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന കളറുകൾ, കളർ കോമ്പിനേഷൻസ്, മറ്റൊന്ന് ക്യൂരിയോസിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന യുണീക്കായിട്ടുള്ള എലമെൻറ്റ്സ്, ആൻഡ് ഫൈനലി നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഫീല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു ലോഗോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ സജ്ജരാവുകയും ചെയ്യും. ഓക്കെ, റെഡിയല്ല? അപ്പോൾ കാണാം കേട്ടോ. പുതിയ ചില കിടിലൻ വിഷയങ്ങളായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. താങ്ക് യു. സീ യു.